പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ടായിരിക്കുകയാണ്. അതായത് +2വിൻ്റെ പബ്ലിക് എക്സാം സ്റ്റാർട്ടായിരിക്കുകയാണ്. എത്രയോ മാസങ്ങളായിട്ട് നമ്മളിത് കാത്തിരിക്കുകയായിരുന്നല്ലേ ഇങ്ങനെ ഒരു എക്സാം സ്റ്റാർട്ടാകുന്ന ഡേറ്റ് ഒക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ദിവസമുണ്ടല്ലോ കൗണ്ട് ഡൗൺ ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതാ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡൽ എക്സാം, ദെൻ അവർ തിയറി ഫൈനൽ എക്സാം. അതോടുകൂടി +2 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നമ്മൾ ഓൾറെഡി +1 വാങ്ങി വെച്ചിരിക്കുന്ന ചില ഗ്രേഡുകളുണ്ട് അല്ലേ. ഇത് +2 നമ്മൾ അതേപോലെ തന്നെ പഠിച്ചെഴുതിയാൽ ഗ്രേഡ് ചേഞ്ച് ഉണ്ടാകുമോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും. സോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60 മാർക്കിന്റെ തിയറിയും 20 മാർക്സിന്റെ സിയുമായിട്ടാണല്ലോ നിങ്ങളുടെ +1 മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. സോ 80 മാർക്കിന്റെ ഒരു പരീക്ഷ നമുക്ക് കണക്കാക്കാം. അതിൽ 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആയിരിക്കും. കാരണം 72 വേണമല്ലോ നമുക്ക് A+ ലഭിക്കണമെന്നുണ്ടല്ലോ. ഇപ്പോൾ 70 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുടെ ഗ്രേഡ് എന്ന് പറയുന്നത് A ആയിരിക്കും. അപ്പോൾ ആ കുട്ടി അടുത്ത വർഷവും ഇതേപോലെ 70 മാർക്ക് വാങ്ങിയാൽ A+ ആകുമോ എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആ കുട്ടി അതേപോലെ തന്നെ 70 മാർക്ക് വീണ്ടും വാങ്ങുകയാണ്. അതായത് 160-ന് 140 മാർക്ക് വാങ്ങുകയാണ്. ഉറപ്പായിട്ടും 40 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലിനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 40 മാർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരുവിധം നന്നായിട്ട് പഠിച്ചെഴുതുന്ന എല്ലാവർക്കും തന്നെ ഈ 40 മാർക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ 140-നോടൊപ്പം 40 മാർക്ക് കൂടി കയറി കഴിയുമ്പോൾ അത് 180 ആകും. അപ്പോൾ 200-ന് 180 എന്ന് പറയുന്നത് A+ ആണ്. അപ്പോൾ +1 നമുക്ക് ലഭിച്ചത് A ഗ്രേഡ് ആണെങ്കിൽ പോലും +2 അത് എത്തുന്ന സമയത്ത് ഈ പ്രാക്ടിക്കൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേഡ് ഒരു പടി മുകളിലേക്ക് ചാടും. അതായത് +1 പഠിച്ചത് പോലെ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ഗ്രേഡ് മുന്നിലേക്ക് കയറും. ഓഫ് കോഴ്സ് നമ്മൾ +1-നെക്കാളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് +2 എഴുതി കഴിഞ്ഞാലോ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ പെർസെൻറ്റേജും ഇൻക്രീസ് ഉണ്ടാകും. സോ അതുകൊണ്ട് +2 അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ നേരത്തെ പഠിച്ചതിനേക്കാളും നന്നായിട്ട് പഠിച്ചാൽ പെർസെൻറ്റേജിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും, ഗ്രേഡ് ചേഞ്ചും ഉണ്ടാകും. അടിപൊളിയായിട്ടുള്ള ഒരു സ്കോറുമായിട്ട് നിങ്ങൾക്ക് +2 പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങുകയും ചെയ്യാം. സോ ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എഴുതുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.